തനുജ, നീ ഇപ്പൊ അച്ഛന്ന് വിളിച്ച് നടക്കുന്ന സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ച ആളാ. ജനിച്ചപ്പോ തന്നെ മരിച്ചു പോകേണ്ട നിന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ആളാ. ആന്റി, ഇനിയും എന്നെ തല്ലണമെങ്കിൽ തല്ലിക്കോ. പക്ഷെ സത്യത്തിന് തല്ലി ഒതുക്കാൻ പറ്റില്ല ആന്റി. ബലരാമൻ ഞങ്ങളുടെ ആത്മാവിന് എല്ലാം അറിയാം. നിർത്തടി ആന്റി, ഇവൾക്കുള്ള മറുപടി ഞാൻ കൊടുക്കാം. ഒരു വലിയ മനുഷ്യനെതിരെ അപവാദം പറയുന്നല്ലേടി. എന്റെ അച്ഛനെ എനിക്കറിയാം. അതിൽ നീ വലിയ കണ്ടുപിടുത്തമായിട്ട് വരണ്ട. അമ്മാവനെ ജയിലിൽ നിറക്കം കണ്ടുപിടിച്ച പുതിയ തന്ത്രം കൊള്ളാം. നീ ചീപ്പാണെന്ന് അറിയായിരുന്നു. ഇത്രയ്ക്കും ചീപ്പാണെന്ന് കരുതിയില്ലേ? മറ്റാരും അറിയാതെ എല്ലാം അവസാനിപ്പിക്കാന്ന് കരുതിയാ വന്നത്. സത്യത്തിന് നിങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഉറപ്പിച്ചിട്ടാണെങ്കിൽ ഇനി എനിക്കൊന്നും പറയാനില്ല. ബാക്കി വരും പോലെ. എന്ത് വരും പോലെയെന്ന്? എന്റെ ബാലുവിനെതിരെ ആരെങ്കിലും അപവാദം പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞ അവിടെ വന്ന് ഞാൻ കൊല്ലും. നിന്നെ മാത്രമല്ല, എല്ലാത്തിനെയും. ചേച്ചി പിന്നത്തേക്കാക്കണ്ട, ഇവിടെ വെച്ച് തീർക്ക. എന്നെ തീർത്തെന്ന് വെച്ചേ സത്യം മരിക്കില്ല. അത് തക്ക സമയത്ത് പുറത്തു വരും. ആ സത്യം നിങ്ങൾ നേർക്ക് നേർ കാണുകയും ചെയ്യും. ഈ വീട്ടിൽ വെച്ച് ആന്റി എന്നെ തല്ലി. അമ്മയുടെ സ്ഥാനത്താ ഞാൻ ആന്റിയെ കണ്ടിരുന്നെ. എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്നവരാ ചന്ദ്രോത്തുകാര്. പാവം ആ മനുഷ്യൻ. അദ്ദേഹം ജയിലിൽ കിടക്കുന്നത് പോലും നിങ്ങളെ കരുതി സത്യം മറച്ചു വെച്ചതുകൊണ്ടാ. ത്യാഗരാജ, വിട്, കൈവിടാൻ. ഓടി ഇറങ്ങി പോവാൻ. ചേച്ചി എന്തിനാ തറഞ്ഞ്? അവിടെ അങ്ങനെ വെറുതെ വിടണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ കയറി വന്നവരെ ഇവിടെ വെച്ചൊന്നും ചെയ്യരുത്. ഞാൻ ആലോചിക്കുന്നത് അതല്ല, അവള് പറഞ്ഞ ചില കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് സിദ്ധു ഇവിടെ ബാലുവിനെ കാണാൻ വന്നോണ്ടേയിരുന്നു. ആന്റി, ഇതെല്ലാവരും കൂടി ഒരുക്കിയ നാടകമല്ലേ? രക്ഷപ്പെടാനുള്ള അവസാനത്തെ ശ്രമം. ആന്റി, ഞാനിവിടെ നിൽക്കുന്നത് ആന്റിക്ക് പ്രയാസമാണെങ്കിൽ ഞാൻ പോയേക്കാം. ഏയ്, അയ്യോ, അങ്ങനെയൊന്നും പറഞ്ഞതല്ല. പ്രഭാവതിയും കൂടി അറിഞ്ഞിട്ടുള്ള നീക്കമാണെന്ന് എനിക്ക് മനസ്സിലായി. അവളിവിടെ വന്ന് ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ ചുമ്മാ ഞാനൊന്ന് ചിന്തിച്ചു പോയതാ. പോട്ടെ. അഡ്വക്കേറ്റ് പറഞ്ഞത് കാര്യമായിട്ടാണോ? എങ്കിൽ തനുജയെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ആരാ തനുജയുടെ അച്ഛൻ? ബലരാമൻ അങ്കിൾ.
അവര് തല്ലിയപ്പോ നിനക്കൊന്ന് തിരിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നോ ദേവികെ? ചേച്ചി എന്തായി പറയുന്നേ? ചന്ദ്രമതി ആന്റി ഞാൻ തല്ലേ? നീ പ്രതികരിക്കണമായിരുന്നു ദേവി. ഞാൻ ആന്റി എന്ന് വിളിക്കുന്ന ആള് ഒരു കാലത്ത് വലിയ അടുപ്പം ഉണ്ടായിരുന്നു. എനിക്കെന്തോ പെട്ടെന്ന് സ്വന്തം വീട്ടിലെ ആള് സ്വാതന്ത്ര്യത്തോട് തല്ലുന്ന പോലെയാ തോന്നിയത്. അതേ സ്നേഹത്തോടെ നീ തിരിച്ചു കൊടുക്കണമായിരുന്നു. അവരുടെ അസുഖം അപ്പൊ മാറുമായിരുന്നു. എന്താ കാര്യം? സ്വന്തം ഭാര്യ ആര് തല്ലിയാലും കുറച്ച് ആത്മരോഷമൊക്കെ ഉണ്ടാവും. പക്ഷേ അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന ഒരു സ്ത്രീയെ തിരിച്ചു തല്ലണമെന്ന ഉപദേശമൊന്നും കൊടുക്കരുത്. അത്രയ്ക്ക് മോശപ്പെട്ട സ്വഭാവത്തിൽ ദേവിക ചിന്തിക്കാൻ പോലും പാടില്ല. പിന്നെ തല്ലും വാങ്ങിച്ച് തിരിച്ചു വരണമെന്നാണ് ഗിരി പറയുന്നത്. എന്നാണോ ഞാൻ പറഞ്ഞത്? ഓരോ വ്യക്തികൾക്കും സ്ഥാനത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് വേണ്ട പരിഗണന കൊടുക്കണമെന്നേ ഉദ്ദേശിച്ചുള്ളൂ. ഇനി കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല. ആലോചനയും വേണ്ട. പത്രസമ്മേളനം അതേയുള്ളൂ അവസാന വഴി. അതെ, അവർക്ക് ചിന്തിക്കാനും തീരുമാനിക്കാനും കൊടുത്ത അവസാന അവസരവും അവർ തട്ടിമാറ്റിയല്ലേ ചെയ്തേ. അതുകൊണ്ട് ഇനി ഒരു കുറ്റബോധവും വേണ്ട. ഗിരി എന്തു പറയുന്നു? മേഡം പറഞ്ഞ പോലെ ഇതല്ലാതെ മറ്റു മാർഗമൊന്നും ഇല്ലല്ലോ. ദേവിക ചെന്ന് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുകയും ചെയ്തതാ. എന്നിട്ടും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഉറപ്പാ. ചിലപ്പോ നമുക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും ബലരാമനാണ് തനൂജയുടെ അച്ഛനെന്നുള്ളത് സമൂഹം അറിയണം. അങ്ങനെയാണല്ലോ വക്കീലും പറഞ്ഞത്. സമൂഹത്തിലേക്ക് കാര്യങ്ങൾ എത്തണമെങ്കിൽ പത്രസമ്മേളനത്തിലൂടെ മാത്രമേ സാധിക്കൂ. അപ്പൊ പിന്നെ പ്രസ് മീറ്റ് നടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രസ് ക്ലബ് സെക്രട്ടറിയെ വിളിച്ച് പറയാം. ഇവിടെ ചന്ദ്രോത്ത് വെച്ച് പത്രസമ്മേളനം എന്താ? അത് മതി മേഡം. എന്താ, നമ്മൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തുന്നുണ്ടെന്നും ഇന്നതാണ് പറയാൻ പോകുന്നതെന്നും മറ്റാരും അറിയാൻ പാടില്ല. എല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. നീ വാ. ഈശ്വര, ഓർക്കുമ്പോ പേടിയാവാ. തനൂജയുടെ അച്ഛൻ ബലരാമനങ്ങളാണെന്ന് ന്യൂസ് ചാനലിലൊക്കെ കാണുമ്പോ ചന്ദ്രമതി ആന്റി. ഓ, ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് നല്ലൊരെണ്ണം കിട്ടിയിട്ടും എന്താ ഒരു സ്നേഹം. നിനക്കിതൊന്നും കിട്ടിയാ പോരാ. ശരിയാ, ഇനി പറയേണ്ടത് പറയുക തന്നെ വേണം. പത്രസമ്മേളനമെങ്കിൽ പത്രസമ്മേളനം. ഇപ്പൊ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗം തോന്നുന്നില്ല മുരളി. ഒരു കാര്യം ശ്രദ്ധിച്ചോണം, പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ ഇപ്പൊ ഉണ്ടായതിന്റെ അപ്പുറത്തെ ആക്രമണമായിരിക്കും നിന്റെ നേരെ ഉണ്ടാവാൻ പോകുന്നത്. അത് എത്രത്തോളം ചെറുത്ത് നിൽക്കാൻ പറ്റുമെന്ന് ആലോചിക്കണം. ഇതുവരെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അറിയാലോ. ജപ്തി നോട്ടീസ് അയച്ചതിന് പിന്നിലും അവരുടെ കൈ തന്നെ ആയിരിക്കും. ഇത്രയും നടത്തിയവര് ബലരാമനാണ് തനൂജയുടെ അച്ഛനെന്ന് പത്രസമ്മേളനം നടത്തിയാൽ വെറുതെ ഇരിക്കും? ഇല്ല, വെറുതെ ഇരിക്കില്ല. നീ പറഞ്ഞ പോലെ തന്നെയുള്ള ആക്രമണമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഇത്രയും കടുത്ത കാര്യങ്ങൾ നേരിട്ടില്ലേ, മനസ്സും ശരീരവും പാകപ്പെട്ടു. വരുന്നത് വരട്ടെ. കേരളം ഞെട്ടുന്നൊരു വാർത്തയായിരിക്കും അത്. പത്രക്കാരുടെ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. ഏത് ചോദ്യത്തിനും അമ്മയുടെ കയ്യിൽ ഉത്തരം ഉണ്ടാവും, എനിക്കറിയാം. കൊടുത്തിന്ന് ഭൂതത്തിനെ തുറന്നുവിടുമെന്ന് പറയില്ലേ, അങ്ങനൊരു ഭൂതത്തെയാ പത്രസമ്മേളനത്തിൽ തുറന്നുവിടാൻ പോകുന്നത്. നിയമപരമായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഇതിപ്പോ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടാണല്ലോ പത്രസമ്മേളനം നടത്തുന്നത്. ആ കാര്യങ്ങൾ വക്കീൽ തന്നെ നോക്കിക്കോളും. അപ്പൊ പ്രഭയാന്റി ആയിരിക്കും അടുത്ത കുറെ ദിവസം വാർത്തയിൽ വരാൻ പോകുന്നത്. അമ്മയല്ല, ബലരാമനങ്ങളാവും ചർച്ചയിൽ വരാൻ പോകുന്നത്. മരിച്ച ശേഷമുള്ളൊരു ഉയർത്തെഴുന്നേൽപ്പ് പോലെ.
ആ ഹലോ, പറഞ്ഞോ. സാർ, കാര്യങ്ങൾ മുറുകയാണ്. മുറിയിക്കോട്ടെ, അഴിച്ചാ പോരെ. ചില കുരുക്കുകൾ അഴിക്കുന്തോറും കുരുങ്ങുമെന്നാ. തെളിച്ചു പറയടൂ. ബലരാമൻ സാറാണ് തനൂജയുടെ അച്ഛനെന്നുള്ള കാര്യം പൊതുശ്രദ്ധയിൽ കൊണ്ടുവരാൻ പല വഴികളും നോക്കിയാണ് പ്രഭാവതി മാഡം. എന്നാര് പറഞ്ഞു? ഞാനെന്ന് പറഞ്ഞില്ലേ, രംഗനാഥൻ സാറിന്റെ ഉപദേശം. സാറ് ഒരു കരുതൽ വേണം. വിചാരിക്കുന്നത് പോലെ എളുപ്പമാവില്ല കാര്യങ്ങൾ. കേസിന്റെ വിജയത്തിന് ബലരാമൻ സാറിന്റെ പേര് പുറത്തു വന്നേ പറ്റൂ. പ്രഭാവതി മേഡം തൽക്കാലം ഒന്ന് അറച്ചു നിൽക്കുക. പക്ഷെ അവര് ബോംബ് പൊട്ടിക്കും. അവര് ബോംബ് പൊട്ടിച്ച അവരെ ഞാൻ ബോംബിട്ട് പൊട്ടിക്കും. അവരുടെ അന്ത്യം അവര് തന്നെ എരന്ന് വാങ്ങുക. എന്തായാലും നല്ല കരുതൽ വേണം സാർ. ബലരാമൻ സാറിന്റെ പേര് പുറത്തു വന്നാ കേസ് നേരെ കൊണ്ട് തിരിയും. ഇല്ല, അവരാ തിരിയാൻ പോകുന്നത്. നട്ടം തിരിയോ അവര്. അവരുടെ അവസാനത്തിന്റെ തുടക്കമാണ് ഇതൊക്കെ. ശരി സാർ. അല്ല മോളെ, അങ്ങനെ പത്രസമ്മേളനം നടത്തി അറിയിക്കാന്ന് വെച്ചാ അത് നാട്ടുകാരെല്ലാരും അറിയില്ലേ? അറിയട്ടെ, ലോകം മുഴുവനും അറിയണം. ആ ബലരാമൻ സാർ ചെയ്ത തെറ്റിന് അനുഭവിക്കുന്നതൊക്കെ ചന്ദ്രോത്തുകാരല്ലേ. അതുമല്ല, നേരിട്ട് അറിയിക്കാൻ പോയപ്പോ ആരെങ്കിലും വിശ്വസിച്ചോ? ഇതാ നല്ലത്. ബാക്കിയുള്ളവർ അറിഞ്ഞു കഴിയുമ്പോ നമ്മൾ അറിയാത്ത പല കഥകളും പുറത്തു വരും. ടി വിക്കാരൊക്കെ ബലരാമൻ സാറിന്റെ പഴയ കഥകൾ കണ്ടുപിടിക്കാൻ ഇറങ്ങും. അപ്പോഴാ തേവക്കാട്ടുകാര് ശരിക്കും നാണം കേടാൻ പോകുന്നത്. ശരിയാ, നേരിട്ട് പോയി മര്യാദയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞപ്പോ ആട്ടി ഇറക്കിയതല്ലേ. അപ്പൊ പിന്നെ ഇതല്ലാതെ വേറെ മാർഗമില്ലല്ലോ. അതെ, അവസാനത്തെ മാർഗം ഇത്. പിന്നെ വക്കീലും ഇതിൽ ഉറച്ചു നിൽക്കുക. പത്രസമ്മേളനം കഴിയുമ്പോ വിവാദങ്ങളുണ്ടാവും. ചന്ദ്രമതി എന്റെ ചിലപ്പോ മാനനഷ്ട കേസ് കൊടുക്കും. DNA ടെസ്റ്റും വേണ്ടിവരും. അത് നടക്കട്ടെ. DNA ടെസ്റ്റ് നടക്കുമ്പോ എല്ലാം തെളിയുമല്ലോ. അവരായിട്ട് തന്നെയാ ബലരാമൻ സാറിനെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താൻ പോകുന്നത്. ആ വീട്ടുകാരുടെ നാണക്കേട് ഓർത്തിട്ട് പറയല്ല. ഈ പത്രസമ്മേളനം വേണ്ടെന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. എന്താ അങ്ങനെ പറയുന്നേ? മോനെ, ഈ ത്യാഗരാജനെ കുറിച്ച് കേട്ടത് വെച്ച് അവൻ അടങ്ങിയിരിക്കില്ല. അവൻ ഇപ്പൊ തന്നെ ഈ പത്രസമ്മേളനം നടത്താതിരിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കാണും. സിദ്ധാർത്ഥൻ സാറിനെ ജയിലിൽ കയറ്റിയ ത്യാഗരാജനല്ലേ. മോനെ മുരളിയും കൊല്ലാൻ നോക്കിയില്ലേ. ആ തനൂജയെ മുന്നിൽ നിർത്തി അവൻ കാട്ടിക്കൂട്ടുന്നൊക്കെ വേറെ. അവൻ എന്തെങ്കിലുമൊക്കെ നീക്കങ്ങൾ മനസ്സിൽ കണ്ടു കാണും. പക്ഷേ ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ലല്ലോ. അതായിരിക്കാം നമ്മളെല്ലാ മാർഗവും അടഞ്ഞതുകൊണ്ടാണല്ലോ ഇതിലേക്ക് വന്നത്. നമ്മുടെ ഭാഗത്ത് തന്നെയാണ് പൂർണ്ണമായും ന്യായം. പക്ഷെ ഞാൻ പറയുന്നത്, അപ്പുറത്ത് നിൽക്കുന്നയാള് ന്യായവും നീതിയും നോക്കാത്ത ആളാണ്. കത്തിയുടെയും കയ്യൂക്കിന്റെയും ന്യായമേ അവനറിയൂ. അത് നമ്മളങ്ങനെ അവഗണിച്ച് കളയരുത്. ഇപ്പൊ തന്നെ അമ്മയെ തനിച്ചാക്കി നീ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. രാത്രിയല്ലേ, ശത്രുക്കൾ ഏത് രീതിയിലാണ് ആക്രമിക്കാന്ന് പറയാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് മോൻ തിരിച്ചു പോകും. കാർത്തികേയന്റെ കൂടെ കുറെ കാലം നടന്നതിന്റെ അനുഭവം വെച്ച് പറയുക. പ്രഭാവതിയെ ഒറ്റയ്ക്ക് കിട്ടാനായിരിക്കും ത്യാഗരാജൻ കാത്തിരിക്കുന്നത്. ഞാനിപ്പോ തന്നെ പോവാച്ച. ദേവി, ദേവി വാ.
എന്താ ദേവി? അമ്മ അമ്മ എവിടെ? സ്വപ്നം കണ്ടോ? അത് സ്വപ്നം പോലെയാണെങ്കിലും കണ്ണിന്റെ മുൻപിൽ നടന്ന പോലെയാ തോന്നി. കുറെ ഗുണ്ടകള് അമ്മയെ അഭയപ്പെടുത്താൻ വന്നു. നന്ദുവാ, നമുക്കൊന്ന് പോയി നോക്കാം. എന്റെ ദേവി, നീ ഇനി ഓരോന്ന് പറഞ്ഞ് അമ്മയെ കൂടി പേടിപ്പിക്കണ്ട. ഒന്നാമതെ പത്രസമ്മേളനത്തിന്റെ ഒരു ടെൻഷനിലായിരിക്കും അമ്മ. അമ്മ ഉറങ്ങിക്കോട്ടെ. അല്ല, അമ്മയെ പോയി നോക്കാം, എന്റെ ഒരു സമാധാനത്തിന്. ദേവി, അമ്മ ഉറങ്ങല്ലേ? നന്ദു, എന്റെ മനസ്സിന് വല്ലാത്തൊരു പേടി. എന്തോ ഒരു അപകടം വരുന്നുണ്ട്. നാളത്തെ പത്രസമ്മേളനത്തിന്റെ കാര്യം ഏതെങ്കിലും രീതിയിൽ ത്യാഗരാജൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ അയച്ച ഗുണ്ടകളാണോ സ്വപ്നത്തിൽ വന്നേ? നീ കിടന്ന് ഉറങ്ങിക്കേ. അല്ല നന്ദു, അമ്മയെ കണ്ടേ പറ്റൂ. ഞാൻ പോയി നോക്കട്ടെ. ഇവളുടെ ഒരു കാര്യം. അമ്മേ, 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 വാതിൽ തുറന്നേ. അമ്മേ, അമ്മേ, വാതിൽ തുറക്ക്. അമ്മേ, അമ്മേ, വാതിൽ തുറന്നേ. അമ്മേ.